ഇന്ന് നമ്മൾ നോക്കുന്നത് ടോക്കിയോ റിവെഞ്ചസ് എന്ന ജാപ്പനീസ് അനിമേ ടി.വി. സീരീസിന്റെ സീസൺ 3 4ാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡിലോട്ട് പോകുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക. 700 ലൈക്കാണ് നമ്മുടെ ടാർഗറ്റ്. സോ 700 ലൈക്ക് എപ്പാവുന്നോ അപ്പോൾ അടുത്ത എപ്പിസോഡ് അപ്ലോഡ് ആവുന്നതായിരിക്കും. അപ്പോൾ ഒട്ടും സമയം കളയാതെ നേരെ എപ്പിസോഡിലോട്ട് പോകാം. ഇനൂപിയും കോക്കോയോ ഇവരെന്താ ഇവിടെ ചെയ്യുന്നേ എന്ന് ടാക്കമിച്ചി ചിന്തിക്കുന്നു. ടാക്കമിച്ചി, എന്റെ 5th ഡിവിഷന് ഒരു സ്പെഷ്യൽ പൊസിഷൻ ഉണ്ട്. ടോമാൻകുള്ളിൻ ഇൻ ഫൈറ്റിംഗ് ചെയ്യാൻ പറ്റും. ക്യോമസ, നിന്നെ അത്രയും നേരം അടിച്ചുകൊണ്ടിരുന്ന സമയത്ത് മൈക്കിയും ഡ്രാഗണും കറക്റ്റ് ആയിട്ട് എങ്ങനെ അങ്ങോട്ട് വന്നതെന്ന് നിനക്കറിയോ? ടോമാന്റെ അകത്ത് ഏതെങ്കിലും ദ്രോഹി ഉണ്ടെങ്കിൽ അത് മൈക്കിയോട് ഇൻഫോം ചെയ്യേണ്ട ജോലി എനിക്കാണ്. ചില സമയത്ത് ഞാൻ തന്നെ അവരെ അടിച്ച് ചോദ്യം ചെയ്ത് പിന്നീട് ഞാൻ മൈക്കിയോട് പറയും. മറ്റ് ഡിവിഷൻ ക്യാപ്റ്റൻസിനേക്കാൾ ഞാൻ സ്ട്രോങ് ആയതുകൊണ്ടാണ് ഇങ്ങനൊരു സ്ഥാനം മൈക്കി എനിക്ക് തന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ മൂച്ചോ നല്ലവനാണോ? ഞാനാണോ ഇവിടെ തെറ്റ് ചെയ്തത്? ഞാൻ എന്തോ തെറ്റ് ചെയ്തുകൊണ്ടാണോ ഇവൻ എന്നെ പിടിച്ചോണ്ട് വന്നിരിക്കുന്നത് എന്നിട്ട് ആക്കമിച്ച് ചിന്തിക്കുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ഹേമയാണ്. അവൾ ആ കത്തൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നു. നിന്റെ ചേട്ടനോട് ബായ് പറ എന്ന് അവരുടെ അമ്മ പറയുന്നു. ബൈ ഹേമ, ഞാൻ ഫാസ്റ്റർ ഹോമിലോട്ട് പോവാ എന്ന് ഇസാന പറയുന്നു. അത് എന്ത് സ്ഥലമാണ്? അവിടെ നല്ല രസമായിരിക്കോ എന്ന് ഹേമ ചോദിക്കുന്നു. അതെ, അതവിടെ നല്ല രസമാണ് എന്ന് ഇസാന പറയുന്നു. നീ ശരിക്കും ലക്കിയാണ്, എനിക്ക് അങ്ങോട്ട് വരണമെന്നുണ്ട് എന്ന് പറയാണ് ഹേമ. ഇസാനയെ ഓർഫനേജിലോട്ടാണ് കൊണ്ടുപോകുന്നുള്ള കാര്യം ഹേമക്ക് അറിയില്ലായിരുന്നു. ഹേമ, ഒരു ദിവസം എന്തായാലും ഞാൻ നിനക്ക് വേണ്ടി തിരിച്ചു വരും എന്ന് ഇസാന പറയുന്നു. ഈ കാര്യങ്ങളെല്ലാം തന്നെ ഹേമ ചിന്തിച്ചുകൊണ്ട് നിൽക്കുവാണ്. എന്റെ മോട്ടീവ് എന്ന് പറയുന്നത് ദ്രോഹികളെ പണിഷ്മെന്റ് ചെയ്യാന്നുള്ളതാണ് എന്ന് മൂച്ചോ പറയുന്നു. ഞാൻ എന്താ അതിന് മാത്രം ചെയ്തേ എന്ന് ചോദിക്കുവാണ് ടാക്കമിച്ചി. ഇസാന, അവനല്ലേ ഇതിന് കാരണം. ടെഞ്ചിക്കോയുടെ ലീഡർ ഇസാനക്കും എനിക്കും കണക്ഷൻ ഉണ്ട് എന്ന് ഇനൂപ്പി പറയുവാണ്. ഇതൊക്കെ കേട്ട് ടാക്കമിച്ചിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. ഇവൻ എന്ത് തേങ്ങാടെ പറയുന്നേ? 8th ജനറേഷൻ ബ്ലാക്ക് ഡ്രാഗണിലെ ഞാൻ ഒരു മെമ്പറാണ്. സോ ഞാൻ ഇസാനയുമായിട്ട് വളരെയധികം ക്ലോസ് ആയിരുന്നു. ഞാനൊരു സ്പൈ ആയിട്ടാണ് ടോമാന്റെ അകത്തോട്ട് വന്നിരിക്കുന്നത്. ടാക്കമിച്ചിയുടെ ഫസ്റ്റ് ഡിവിഷനിലാണ് ഞാൻ ചേർന്നത് കൊണ്ടല്ലേ അവനെയും പിടിച്ചോണ്ട് വന്നിരിക്കുന്നത് എന്ന് ഇനൂപ്പി അവനോട് ചോദിക്കുന്നു. ഇവൻ എന്തുവാടി പറയുന്നേ? ഇവൻ ടോമാന്റെ അകത്തോട്ട് വന്ന സ്പൈ ആണോ? എന്നെ പെടുത്താൻ നോക്കിയതാണോ എന്ന് ചിന്തിക്കുവാണ് ടാക്കിമിച്ചി. ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് ടാക്കിമിച്ചി പറയാൻ വേണ്ടി വരുവാണ്. ടാക്കിമിച്ചി ടോമാൻക്ക് യാതൊരുവിധ ദ്രോഹവും ചെയ്തിട്ടില്ല എന്ന് കോക്കോ പറയുന്നു. ഇവൻ ഇനി എന്താ പറയുന്നേ എന്ന് ചിന്തിക്കുവാണ് ടാക്കിമിച്ചി. ടാക്കിമിച്ചി മാത്രമല്ല, ഞാനും ഇനൂപ്പിയും ഒന്നും തന്നെ യാതൊരു ദ്രോഹവും ടോമാൻക്ക് ചെയ്തിട്ടില്ല. ആവശ്യമില്ലാണ്ടാണ് നീ ഞങ്ങളെ തല്ലിയത്. മൈക്കിയോട് നീ സമാധാനം പറയേണ്ടി വരും എന്ന് അവർ പറയുന്നു. ഞാനിന്റെ ഈ സ്പെഷ്യൽ പൊസിഷനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്തത് നിങ്ങൾക്ക് തെറ്റായിട്ടാണ് മനസ്സിലായതെന്ന് തോന്നുന്നു എന്ന് മൂച്ചോ പറയുന്നു. ഓ, ഇപ്പോഴാണ് എനിക്കെല്ലാം മനസ്സിലായത്. SSG2 ജനറേഷൻ ദി ഗോസ്റ്റ് എന്ന് കോക്കോ പറയുന്നു. എന്നിട്ടും ടാക്കമിച്ചിക്ക് ഒന്നും തന്നെ മനസ്സിലായിട്ടില്ല. ടെഞ്ചിക്കോ നിന്നെ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ക്യാപ്റ്റൻസിനെയും അറ്റാക്ക് ചെയ്ത സമയത്ത് തന്നെ എനിക്ക് ആ സംശയം തോന്നിയതാണ്. യൂഷിരോ മോട്ടോ, നീയും ആ SSG2 ജനറേഷനിൽ പെട്ട ഒരുത്തനല്ലേ എന്ന് ഇനൂപ്പി ചോദിക്കുന്നു. ഇസാനയുടെ കൂടെ ആ റിഫോം സ്കൂളിൽ നീയും ഉണ്ടായിരുന്നല്ലേ? ഈ മോച്ചോ ഇസാനയ്ക്ക് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത് എന്ന് ഇനൂപ്പി പറഞ്ഞതിന് ശേഷമാണ് ടാക്കമിച്ചിക്ക് എല്ലാം തന്നെ മനസ്സിലാവുന്നത്. ഇസാന വീണ്ടും പഴയ പവറിലോട്ട് വന്ന സമയത്ത് അവരാണ് എല്ലാ കാര്യങ്ങളും ഡിസൈൻ ചെയ്യുന്നത്. ഇപ്പൊ നിനക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ടാക്കമിച്ചി. ഞാനും ടെഞ്ചിക്കോടെ ഒരു ഫൗണ്ടിംഗ് മെമ്പറാണ് എന്ന് മൂച്ചോ പറയുന്നു. ഇതേ സമയമാണ് ടാക്കമിച്ചി ആ കാര്യം ആലോചിക്കുന്നത്. ടോമാന്റെ എല്ലാ ഡിവിഷൻ ക്യാപ്റ്റനും അന്ന് അടി വാങ്ങി നിന്ന സമയത്ത് ഇവനക്ക് മാത്രം ഒന്നും തന്നെ സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. കാക്കച്ചോ ശത്രുവിന്റെ അടുത്ത് വളരെയധികം സൂക്ഷിച്ചു നിൽക്കണം എന്നുകൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ടാക്കമിച്ചിയോട്. സോ കാക്കച്ചോ പറഞ്ഞത് മൂച്ചോനെയാണെന്ന് ടാക്കമിച്ചിക്ക് മനസ്സിലാവുന്നു. ടെഞ്ചിക്കോ മറ്റുള്ളവരെ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് ഇവരെ രണ്ടുപേരെയും കിഡ്നാപ്പ് ചെയ്തിരിക്കുന്നു. മോച്ചോ, നീ എന്തിനാ മൈക്കിയെയും ടോമാനെയും ചതിക്കുന്നേ എന്ന് ചോദിക്കുകയാണ് ടാക്കമിച്ചി. ഞാൻ മൈക്കിയാണ് ആദ്യം മീറ്റ് ചെയ്തിരുന്നെങ്കിൽ കാര്യങ്ങളൊക്കെ വളരെയധികം ഡിഫറെന്റ് ആയിരുന്നു. ഇസാനയാണ് വീണ്ടും ലീഡർ ആവാൻ പോകുന്നത്. നിങ്ങളെല്ലാവരും എന്റെ ശത്രുക്കളാണ് എന്ന് മോച്ചോ പറയുന്നു. ഇസാനയ്ക്ക് മൈക്കിയെ ഇഷ്ടമല്ല, അതൊരു ഗാങ് വാർ ആക്കി മാറ്റാൻ വേണ്ടി ശ്രമിക്കുവാണ് അവൻ എന്ന് പറയുവാണ് ടാക്കമിച്ചി. ഇസാനയുടെ പ്ലാനിനെ പറ്റിയൊന്നും എനിക്ക് അറിയണ്ട. ടെഞ്ചിക്കോ എന്ന് പറയുന്ന ഒരു ഗാങ് ഉണ്ട്, അതിന് ലീഡർ ഇസാനയാണ്. സോ അതാണ് എനിക്ക് ഇമ്പോർട്ടന്റ്. ടോമാന്റെ ലീഡർ മൈക്കിയല്ലേ, അവന്റെ കയ്യിലും പവർ ഉണ്ടല്ലോ എന്ന് ടാക്കമിച്ചി അവനോട് പറയുന്നു. നിനക്ക് ഇനിയും മനസ്സിലായിട്ടില്ല ഞാൻ എന്തിനാ നിന്നെ കിഡ്നാപ്പ് ചെയ്തതെന്ന്. ഈ ഇനൂപ്പയും കോക്കോയും എന്തിനാണ് നിന്റെ ഡിവിഷനിൽ തന്നെ ജോയിൻ ചെയ്തതെന്ന് നിനക്കറിയോ? അവരെ വീണ്ടും ആരും യൂസ് ചെയ്യാതിരിക്കാൻ. ഇത് കേട്ട് ടാക്കമിച്ചിക്കൊന്നും തന്നെ മനസ്സിലാവുന്നില്ല. അതിനുവേണ്ടി തന്നെയല്ലേ നിങ്ങൾ ടൈജുവിനെയും ഫോളോ ചെയ്ത് ഇനിയിപ്പോ ബ്ലാക്ക് ഡ്രാഗനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ടൈജുവിന്റെ സഹായത്തോടെ കോക്കോനെ ബ്ലാക്ക് ഡ്രാഗനിലോട്ട് കൊണ്ടുവന്നു. എന്തിനാ അവൻ കോക്കോനെ ബ്ലാക്ക് ഡ്രാഗനിലോട്ട് കൊണ്ടുവന്നതെന്ന് നിനക്കറിയോ ടാക്കമിച്ചി? കാരണം കോക്കോനോയ് മണി മേക്കിങ്ങിൽ ഒരു ജീനിയസ് ആണ്. ഇസാന കോക്കോടെ ആ പവർ യൂസ് ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്. പണം എവിടെയുണ്ടോ അവിടെയായിരിക്കും പവറും ഉണ്ടാവുന്നത് എന്ന് മൂച്ചോ പറയുന്ന സമയത്താണ് ടാക്കമിച്ചിക്ക് ഒരു കാര്യം മനസ്സിലാവുന്നത്. എല്ലാ ഫ്യൂച്ചറിലും ടോമാന്റെ ഒരു പ്രധാനപ്പെട്ട ആളാണ് കോക്കോ. ടോമാന്റെ ഫൈനാൻസ് എല്ലാം തന്നെ മാനേജ് ചെയ്യുന്നത് കോക്കോ ആണോ?
അതുകൊണ്ടാണോ ടൈജോൾ ടോമാന്റെ വാലറ്റ് എന്ന് ഇവനെ വിളിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ടോമാന്റെ ഫ്യൂച്ചറും ഇവന്റെ കയ്യിലാണ് എന്ന് ടാക്കിമിച്ചിക്ക് മനസ്സിലാവുന്നു. നിനക്കൊരു കാര്യം അറിയോ ടാക്കിമിച്ചി, ഈ കോക്കോ ഇനൂപ്പി പറയുന്നത് മാത്രമേ കേൾക്കൂ. പക്ഷെ എന്താണെന്ന് അറിയില്ല, ഇനൂപ്പി ഇപ്പോ നിന്റെ സൈഡാണ്. സോ നിന്നെയും ഇനൂവിയെയും കൊന്നുകളഞ്ഞ കോക്കോ ഞങ്ങൾ പറയുന്നതല്ലേ കേൾക്കൂ എന്ന് പറഞ്ഞ് ടാക്കിമിച്ചി അവൻ അടിക്കുന്നു. എന്ത് പറയുന്നു കോക്കോ, ഞങ്ങളുടെ ഭാഗത്ത് ചേരുവല്ലേ? ഇസാനക്ക് ആവശ്യമായത് മൈക്കി മാത്രമല്ല, കോക്കോയുടെ പണവും കിസുക്കിയുടെ ബ്രെയിനും മൈക്കിയുടെ കരിസ്മ ഇതെല്ലാം തന്നെ യൂസ് ചെയ്ത് ഒരു പവർഫുൾ ആയിട്ടുള്ള ക്രൈം സിൻഡിക്കേറ്റർ ഉണ്ടാക്കണമെന്നാണ് അവന്റെ ഗോൾ എന്ന് മൂച്ചോ പറയുന്നു. ക്രൈം ഓർഗനൈസേഷനോ? അതിനൊരിക്കലും ഞാൻ സമ്മതിക്കാൻ പാടില്ല എന്ന് ടാക്കമിച്ച് ചിന്തിക്കുന്നു. S62 ജനറേഷനിലുള്ള എല്ലാവർക്കും ഇപ്പോ 18 വയസ്സായി. ഞങ്ങളൊന്നും ഇപ്പോ ചെറിയ കുട്ടികളല്ല. കോക്കോ, നീ ടെഞ്ചിക്കോല് ജോയിൻ ചെയ്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ രണ്ടുപേരെയും ജീവനോടെ പുറത്തുവിടാം എന്ന് മൂച്ച പറയുന്നു. അത് പിന്നെ ഞാൻ എന്ന് കോക്കോ പറയാൻ വരുന്ന സമയത്ത്, കോക്കോ നീ ഇവര് പറയുന്നതൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെ തോക്കാൻ പോകുന്ന ബാറ്റിലാണെന്ന് എനിക്ക് മുന്നേ തന്നെ അറിയാം. സോ ഞാൻ ജയിക്കാനുള്ള ഒരു വഴി കണ്ടുപിടിച്ചു. ടോമാണ് ഒരു ക്രൈം ഓർഗനൈസേഷനായി മാറാൻ ഞാൻ സമ്മതിക്കില്ല. ഫസ്റ്റ് ഡിവിഷൻ ക്യാപ്റ്റനായിട്ടുള്ള എന്റെ മുമ്പിൽ വെച്ച് എന്റെ ഒരു ടീം മെമ്പറെ നിന്റെ അടുത്തോട്ട് വിടാൻ ഞാൻ ഒരിക്കലും ഉദ്ദേശിക്കുന്നില്ലടാ. ഈവൻ നീ എന്നെ കൊന്നാലും കുഴപ്പമില്ല, ഞാൻ അവനെ നിനക്ക് തരില്ലടാ എന്ന് ടാക്കിമിച്ച് പറയുന്നു. സോ കോക്കോയെ ടെഞ്ചിക്കോ എടുത്തു കഴിഞ്ഞാൽ അവനുണ്ടാക്കുന്ന പൈസ വെച്ച് ഇതൊരു ഈവിൾ ഓർഗനൈസേഷൻ ആയിട്ട് മാറും. നിന്നെ കൊണ്ട് എന്നെ തോൽപ്പിക്കാൻ പറ്റില്ല എന്ന് മൂച്ചോ അവനോട് പറയുന്നു. ഞാൻ തോൽക്കുന്നതോ ജയിക്കുന്നതോ അല്ല ഇവിടെ പ്രധാനം, ഞാൻ തോൽക്കുന്നതോ ജയിക്കുന്നതോ അല്ല ഇവിടെ പ്രധാനം എന്ന് ഷീനിച്ചിറോയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സീനാണ് പെട്ടെന്ന് ഇനൂപ്പിക്ക് ഓർമ്മ വരുന്നത്. എന്തൊക്കെ സംഭവിച്ചാലും ശരി, ഞാൻ ഒരിക്കലും പിന്മാറില്ല എന്ന് പറഞ്ഞ് ടാക്കമിച്ചി അവനെ അടിക്കാൻ വേണ്ടി പോകുന്നു. എന്നാൽ ടാക്കമിച്ചി അവൻ വാരിക്കോരി അടിച്ചുകൊണ്ടിരിക്കുന്നു. നീ എത്രയൊക്കെ അടിച്ചാലും ഞാൻ വിട്ടു തരില്ലടാ എന്ന് പറഞ്ഞ് ടാക്കമിച്ചിയെ വീണ്ടും അവനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. പിന്നീട് നമ്മൾ കാണുന്നത് വേസ്റ്റ് ഒക്കെ ഇട്ടിരിക്കുന്ന സ്ഥലത്ത് കിടക്കുന്ന ടാക്കമിച്ചിയെ ഇനൂപ്പിയാണ്. സോ എന്താ സംഭവിച്ചതെന്ന് ടാക്കമിച്ചി ആലോചിക്കുന്നു. മൂച്ചോടെ കയ്യിൽ നിന്നും ടാക്കമിച്ചി അടി മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ട് ഇനൂപ്പി ഞാൻ ഒരിക്കലും വിട്ടുതരില്ലെന്ന് പറഞ്ഞ് മൂച്ചോയെ അടിക്കാൻ വേണ്ടി പോകുന്നു. ഇത് കണ്ട് മൂച്ചോ ടാക്കിമിച്ചിയെ തൂക്കിയെടുത്ത് ഇനൂപ്പിയുടെ മേത്തോട്ട് എറിയുന്നു. നീ എന്താ തീരുമാനിച്ചേ കോക്കോ? ഇങ്ങനെ തന്നെ പോയി കഴിഞ്ഞാൽ ഇവരിപ്പം മരിക്കും എന്ന് മൂച്ചോ പറയുന്നു. വേറെ വഴിയില്ലാത്തോണ്ട് ശരി, ഞാൻ ടെഞ്ചിക്കോയിൽ ജോയിൻ ചെയ്യാം എന്ന് കോക്കോ പറയുന്നു. പിന്നീട് കാണുന്നത് ഇനൂപ്പിയും പൊക്കിയെടുത്തോണ്ട് വരുന്ന ടാക്കിമിച്ചിയാണ്. എന്നെ കൊണ്ട് നിന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല, സോറി എന്ന് ഇനൂപ്പി പറയുന്നു. ഹേയ് അതൊന്നും കുഴപ്പമില്ല ഇനൂപ്പി, തീർച്ചയായിട്ടും അവർ കോക്കോയെ കൊന്നുകളയില്ല. കോക്കോയെ യൂസ് ചെയ്ത് ഒരു ക്രൈം ഓർഗനൈസേഷൻ ഉണ്ടാക്കാനാണ് അവരുടെ പ്ലാൻ. ഞാൻ നിങ്ങളെ വെറുതെ തെറ്റിദ്ധരിച്ചു, പക്ഷേ നിങ്ങൾ എന്നെ രക്ഷിക്കാൻ ശ്രമിച്ചു. കോക്കോ അവരുടെ അടുത്ത് സറണ്ടറായി. നിങ്ങൾ എന്റെ ഫ്രണ്ട്സ് ആണ്, തീർച്ചയായിട്ടും ഞാൻ വിട്ടുകൊടുക്കില്ല. കോക്കോയെ തീർച്ചയായിട്ടും ഞാൻ തിരിച്ചു കൊണ്ടുവരും എന്ന് ടാക്കിമിച്ചി പറയുന്നു. എങ്ങനെയാണെന്ന് ഇനൂപ്പി ചോദിക്കുന്നു. അതെനിക്കറിയില്ല, അത് കണ്ടുപിടിക്കണം എന്ന് ടാക്കിമിച്ചി പറയാണ്. ഇത് കേട്ട് ഇനൂപ്പി ചിരിക്കുന്നു. എന്നെ ഒന്ന് താഴെറക്ക്, എന്നിട്ട് എന്നെ ഫോളോ ചെയ് എന്ന് ഇനൂപ്പി പറയുന്നു. ഇനൂപ്പി അവനെ കൊണ്ടുപോകുന്നത് അവരുടെ ഹൈഡൌട്ടിലോട്ടാണ്. കോക്കോയുടെയും എന്റെയൊക്കെ ഹൈഡൌട്ട് ഇതാണ്. വാ നമുക്ക് മുറിവിലൊക്കെ മരുന്ന് വരട്ടാം എന്ന് ഇനൂപ്പി പറയുന്നു. ഇവിടെ നല്ല രീതിക്ക് തന്നെ ഓയിൽ സ്മെൽ ഉണ്ടല്ലോ എന്ന് ടാക്കിമിച്ചി പറയുന്നു. ബ്ലാക്ക് ഡ്രാഗനെ തിരിച്ചു കൊണ്ടുവരണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. അതിനുവേണ്ടി കോക്കോയു എന്റെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ ഒന്നിനൊരു ഉപകാരം ഉണ്ടാവില്ലെന്ന് അവന് അറിഞ്ഞിട്ട് പോലും അവൻ എന്നെ ഉപേക്ഷിച്ചില്ല. കോക്കോക്ക് വേണ്ടി ഞാൻ എന്റെ ജീവൻ വരെ കൊടുക്കും എന്ന് പറഞ്ഞ ഇനൂപ്പി ടാക്കിമിച്ചിയുടെ മുമ്പിൽ മുട്ടുകുത്തി നിൽക്കുന്നു. എന്റെ ലൈഫ് ഇനി നിന്റെ കയ്യിലാണ് ടാക്കിമിച്ചി. ബ്ലാക്ക് ഡ്രാഗന്റെ 11th ലീഡർ ആയിട്ട് നീ മാറുവോ? കോക്കോയെ തിരിച്ചു കൊണ്ടുവരാൻ സഹായിക്കുവോ? പറ്റുമോ ടാക്കിമിച്ചി നിനക്ക് എന്ന് പറഞ്ഞ് അവൻ കരയുന്നു. ടാക്കിമിച്ചി അവനെ തന്നെ നോക്കുന്നു. കുറച്ചു സമയത്തിന് ശേഷം ഞാൻ കുറച്ച് ഇമോഷണലായി, അതാ എന്തൊക്കെയോ പറഞ്ഞത്. ടാക്കമിച്ചി ഒന്നും തന്നെ പറയാതെ അവന്റെ അടുത്ത് പോയിട്ടിരിക്കുന്നു. ആക്ച്വലി ഇത് ഷിനിച്ചിറോയുടെ വർക്ക്ഷോപ്പാണ്. മൈക്കിയുടെ ചേട്ടന്റേതോ എന്ന് ടാക്കമിച്ചി ചോദിക്കുന്നു. അതെ എന്ന് ഇനൂപ്പിയും പറയുന്നു. എന്നെ പോലെയുള്ള ആളുകളൊക്കെ ഇവിടെ വെച്ചിട്ടാണ് മീറ്റ് ചെയ്യുന്നത്. ഈ സ്ഥലം വേറെ ലെവലായിട്ടായിരിക്കും ഉണ്ടാവുക. അറിയോ നിനക്ക്? ഈ രണ്ട് സൈഡിലും വേറെ ലെവലായിട്ടുള്ള ബൈക്സ് ഒക്കെ ഇരിക്കും. സെന്ററില് ഏതെങ്കിലും ഒരു ബൈക്ക് എപ്പോഴും റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും ഷിനിച്ചിറോ. ചുറ്റിലും ഓയിലും ഗ്യാസും ഒക്കെ ഉണ്ടെങ്കിൽ പോലും എപ്പോഴും വായിൽ ഒരു സിഗരറ്റും വെച്ചുകൊണ്ടായിരിക്കും അവൻ ഇരിക്കുന്നത്. എന്റെ സീനിയേഴ്സ് ഒക്കെ അവരുടെ മുമ്പിൽ എത്ര ക്വൈറ്റ് ആയിട്ടാണ് നിൽക്കാന്ന് അറിയോ നിനക്ക്? എത്ര വലിയ റൗഡി ആണെങ്കിൽ പോലും ഷിനിച്ചിറോയുടെ മുമ്പിൽ എല്ലാരും ബെസ്റ്റ് ആയിട്ടായിരിക്കും ബിഹേവ് ചെയ്യുന്നത് എന്ന് ഇനൂപ്പി പറയുന്നു. അതാണോ നിനക്ക് ബ്ലാക്ക് ഡ്രാഗൺ ഇത്രയ്ക്ക് ഇഷ്ടം എന്ന് ടാക്കിമിച്ചി ചോദിക്കുന്നു. അതെ, അവരെന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നറിയോ? അതൊക്കെ കേട്ടാൽ തന്നെ വളരെയധികം ഇൻസ്പയറിംഗ് ആയിരിക്കും. അതിനെപ്പറ്റി ഷിനിച്ചിറോട് ചോദിച്ചാ ഞങ്ങൾ അങ്ങനെയൊക്കെ ചെയ്തോ എന്ന് അവർ തിരിച്ചു ചോദിക്കും. അതുപോലൊരു ഗ്യാങ് ഇനി ഒരിക്കലും ഉണ്ടാവില്ല. അതൊക്കെ കണ്ട് ഞാനും ആ ഗ്യാങ്ങിൽ തന്നെ ജോയിൻ ചെയ്യണമെന്ന് വിചാരിച്ചു. പക്ഷെ ഞാൻ ജോയിൻ ചെയ്തപ്പോ 8th ജനറേഷൻ ലീഡർ ഇസാന കൊറോക്കോവ ആയിരുന്നു അതിന്റെ ഇൻചാർജ്. ഇനൂപ്പി 9th ജനറേഷൻ ലീഡറിന് നിന്റെ സപ്പോർട്ട് കൊടുക്ക് എന്ന് ഇസാന അവനോട് പറയുന്നു. ഇസാന ലീഡർ ആയതിനു ശേഷം ബ്ലാക്ക് ഡ്രാഗൺ ഗ്യാങ് തന്നെ വളരെയധികം മോശമായി. മോഷണം, ഡ്രഗ്സ്, മറ്റ് ഗാങ്സിന്റെ കൂടെ പോയി വെറുതെ ആവശ്യമില്ലാണ്ട് ഫൈറ്റ് ചെയ്യും. അവരുടെ കൂടെ നിന്ന് ഞാനും അതുപോലെ ചെയ്യാൻ ആരംഭിച്ചു. പിന്നീട് ഞാൻ യുഎനിൽ ഹോമിൽ പോയി തിരിച്ചു വന്ന സമയത്ത് ബ്ലാക്ക് ഡ്രാഗൺ എന്ന് പറയുന്ന ഒരു ഗാങ്ങേ ഇല്ല. അങ്ങനെ ഞാൻ ടൈജോനെ കണ്ടുമുട്ടി അത് വീണ്ടും തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിച്ചു. പിന്നെ നടന്നത് എന്തൊക്കെയാണെന്ന് നിനക്കറിയാലോ എന്ന് ഇനൂപ്പി പറയുന്നു. ഞാൻ കുറച്ചുപേരെ രക്ഷിക്കണമെന്നാണ് വിചാരിക്കുന്നത്, പക്ഷേ എന്നെ കൊണ്ട് അതിന് സാധിക്കുന്നില്ല.
ഒരുപക്ഷെ ഞാൻ തോറ്റുപോകുന്നതിന്റെ വേദന എത്രത്തോളമാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ നീ എങ്ങനെയൊക്കെയാണ് ഫീൽ ചെയ്യുന്നതെന്ന് എനിക്ക് വളരെ നന്നായിട്ട് അറിയാം ഇനൂപ്പി. ബ്ലാക്ക് ഡ്രാഗന്റെ ലെഗസിയെ ഞാൻ രക്ഷിക്കും. ഞാൻ ടോക്കിയോ മാജി ഗാങ്സിന്റെ ഫസ്റ്റ് ഡിവിഷൻ ക്യാപ്റ്റനായിട്ടിരിക്കും. ബ്ലാക്ക് ഡ്രാഗന്റെ 11th ജനറേഷൻ ലീഡറായിട്ടും ഉണ്ടാവും. കോക്കോനെ ഞാൻ തിരിച്ചു കൊണ്ടുവരും. കിസുകിനെയും ഇസാനെയും തോൽപ്പിച്ച് ടെൻജക്കോനെ തീർച്ചയായിട്ടും ഞാൻ ഇല്ലാതാക്കും. നീ എന്റെ കൂടെ ഉണ്ടാവില്ലേ എന്ന് ടാക്കമിച്ചി ചോദിക്കുന്നു. തീർച്ചയായിട്ടും ക്യാപ്റ്റൻ, എന്റെ ജീവിതം തന്നെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നു. സോ ഇവിടെ വെച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു. സോ ഇനി അങ്ങോട്ടുള്ള എപ്പിസോഡൊക്കെ വേറെ ലെവലായിരിക്കും. തീർച്ചയായിട്ടും കാത്തിരിക്കുക. എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത സമയം അതുവരെയും ബൈ.